എല്ലാവർക്കും നമസ്കാരം. നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വാതം, പിത്തം, കഫം ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോഴാണ് നമ്മൾ രോഗങ്ങൾക്ക് അടിമപ്പെടുന്നത്. അമിതമായ എരിവ്, പുളി, ഉപ്പ്, പലതരം അച്ചാറുകൾ, മസാല ചേർത്തുള്ള കറികൾ, വറുത്തതും പൊരിച്ചതുമായുള്ള ഭക്ഷണം ഇവയൊക്കെയാണ് നമ്മൾ രോഗങ്ങളെ വിളിച്ചു വരുത്തുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് നടുവേദന. ഇതിൽ നിന്നും മോചനം കിട്ടാൻ യോഗമാർഗം ശീലിക്കുന്നത് വളരെ നന്നായിരിക്കും. നടുവേദനയുമായി ബന്ധപ്പെട്ട് 6ാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമാണ് വീരാസനം, അർദ്ധമേരുദണ്ഡാസനം, നികുഞ്ചാസനം, മകരാസനം, കപാലഭാതി പ്രാണായാമം. ഇവ ഓരോന്നിലേക്ക് നമുക്ക് വിശദമായി കടക്കാം. വീരാസനം പരിശീലിക്കേണ്ടത് എങ്ങനെയെന്നാണ് നമ്മൾ ഇന്ന് ആദ്യം കാണാൻ പോകുന്നത്. ഇത് ചെയ്യുന്നതിനായി ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ല് നിവർന്നിരിക്കുക. ഈ രീതിയിൽ ഇരിക്കുന്നതിന് വജ്രാസനം എന്നാണ് പറയുന്നത്. നമ്മൾ മുന്നേ ഉള്ള ക്ലാസ്സിൽ പരിശീലിച്ചിട്ടുണ്ട്. ഇനി ഇരു കൈകളും മുന്നോട്ട് കൊണ്ടുവരികയും വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും ചെയ്ത ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കോർത്തു പിടിച്ച കൈകൾ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരണം. ഇങ്ങനെ മുകളിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് വരുന്ന സമയം ഇരു കൈകളും ഇരുവശത്തെ ചെവികളോടും ചേർന്ന് വേണം ഇരിക്കാനായിട്ട്. അതേപോലെ തന്നെ ഉള്ളം കൈകൾ മുകളിലേക്ക് ഫേസ് ചെയ്തിട്ടായിരിക്കണം വരേണ്ടത്. ഈ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് പറ്റുന്നത്ര സമയം ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ്. എത്രത്തോളം സമയം ഈ രീതിയിൽ തുടരാൻ പറ്റുമോ അത്രത്തോളം സമയത്തേക്ക് തുടരുക. അതിനുശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തിക്കൊണ്ട് വന്ന് വെച്ച് വിശ്രമിക്കാവുന്നതാണ്. ഇതേ രീതിയിൽ 2-3 തവണ കൂടി ആവർത്തിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആയിരിക്കണം കോർത്തു പിടിച്ച കൈകൾ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരേണ്ടത്. മുകളിൽ കൈകൾ കൊണ്ടുവന്ന ശേഷം പറ്റുന്നത്ര സമയം ശ്വാസോച്ഛ്വാസം തുടരുകയും അതിനുശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി വെച്ച് വിശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ ഈ രീതിയിലാണ് വീരാസനം നമ്മൾ പരിശീലിക്കുന്നത്. ഈ ഒരു ആസനം ചെയ്യുന്നത് മൂലം നട്ടെല്ലിന്റെ മുകളിലേക്ക് നല്ല രീതിയിലുള്ള അയവും വലിവും ലഭിക്കുന്നതിന് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നത് മൂലം നടുവേദനയ്ക്ക് നല്ല രീതിയിൽ ശമനം കാണാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് അർദ്ധമേരുദണ്ഡാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും ചേർത്ത് വെച്ച് മലർന്നു കിടക്കുക. കൈകൾ 2 ശരീരത്തോട് ചേർത്ത് തറയിൽ പതിച്ചു വെക്കേണ്ടതാണ്. ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വലതുകാൽ ഏകദേശം ഒരു 30 അല്ലെങ്കിൽ 45 ഡിഗ്രി വരുന്ന രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ പതിയെ കാല് താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക. അടുത്തതായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വലതുകാൽ ഉയർത്തിയ അതേ രീതിയിൽ തന്നെ ഇടതുകാൽ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ കാല് താഴ്ത്തി വെക്കുകയും ചെയ്യുക. ഈ രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാൽ ഉയർത്തുകയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കാല് താഴ്ത്തി വെക്കുകയും ഇങ്ങനെ ഇരു കാലുകളും മാറി മാറി 8-10 തവണ ആവർത്തിക്കാവുന്നതാണ്. ഈ ആസനത്തിന്റെ പേര് തന്നെ മേരുദണ്ഡാസനം എന്നാണ്. മേരുദണ്ഡാസനം എന്നാൽ നട്ടെൽ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത് ചെയ്യുന്നത് മൂലം ഏറ്റവും പ്രയോജനം കിട്ടുന്ന ഒരു അവയവം എന്ന് പറയുന്നത് നട്ടെല്ല് തന്നെയാണ്. മേരുദണ്ഡാസനത്തിന്റെ പൂർണ്ണ അവസ്ഥ എന്ന് പറയുന്നത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ഇരു കാലുകളും ഒരുമിച്ച് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഒരുമിച്ച് തന്നെ താഴ്ത്തിക്കൊണ്ട് വന്ന് തറയിൽ പതിച്ചു വെക്കുകയുമാണ് ചെയ്യേണ്ടത്. പക്ഷെ നടുവേദന എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ആസനം ഈ രീതിയിൽ പരിശീലിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയേക്കാം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വ്യക്തികൾ ഇത് ചെയ്യുമ്പോൾ ഇരു കാലുകളും ഒരുമിച്ച് ഉയർത്തുകയോ ഒരുമിച്ച് താഴ്ത്തുകയോ ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മേരുദണ്ഡാസനം അവർ ചെയ്യേണ്ട കാര്യമില്ല, അർദ്ധമേരുദണ്ഡാസനം പരിശീലിച്ചാൽ മതിയാകും. അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വലതുകാൽ മുകളിലേക്ക് ഉയർത്തുകയും ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴ്ത്തി വെക്കുകയും ചെയ്ത ശേഷം അടുത്ത തവണ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മാത്രം ഇടതുകാൽ ഉയർത്തുകയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കാല് താഴ്ത്തി വെക്കുകയും ചെയ്താൽ മതിയാകും.
ഇങ്ങനെ ഓരോ കാല് മാത്രം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ അർദ്ധമേരുദണ്ഡാസനം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിശീലിക്കാൻ പോകുന്നതാണ് നികുഞ്ചാസനം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ല് നിവർന്നിരിക്കുക. അതിനുശേഷം ഇരു കൈകളും മുന്നോട്ട് കൊണ്ടുവന്ന് അതത് വശത്തെ കാൽമുട്ടുകളിൽ കമഴ്ത്തിയും വെക്കേണ്ടതാണ്. ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വന്ന് കുനിഞ്ഞ് ഇരു കൈപ്പത്തികളും നെറ്റിയും തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ പൃഷ്ഠഭാഗം കാലുകളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ്. ഈ അവസ്ഥയിൽ ശരീരം വലിച്ച് മുന്നോട്ട് നീട്ടിപ്പിടിച്ച ശേഷം ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ്. എത്രത്തോളം സമയം ഈ നിലയിൽ തുടരാൻ സാധിക്കുമോ അത്രത്തോളം സമയം തുടരുക. അതിനുശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരുന്നതോടൊപ്പം പൃഷ്ഠഭാഗം കാലുകളിൽ പതിച്ചു വെക്കുകയും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തിക്കൊണ്ട് വന്ന് കാൽമുട്ടുകളിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യുക. അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും ഇതേ രീതിയിൽ തന്നെ 2-3 തവണ കൂടി ആവർത്തിക്കാവുന്നതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇരു കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തുകയും ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് കുനിഞ്ഞു വന്ന ശേഷം കൈകളും നെറ്റിയും തറയിൽ പതിച്ചു വെക്കുകയും അതോടൊപ്പം തന്നെ പൃഷ്ഠഭാഗം ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്ത ശേഷം ശ്വാസം എടുക്കുകയും വിടുകയുമാണ് ചെയ്യേണ്ടത്. ഈ ആസനം ചെയ്യുന്നത് മൂലം അരക്കെട്ട് മുതൽ കഴുത്ത് വരെയുള്ള കശേരുക്കൾക്ക് നല്ല രീതിയിൽ അയവും വലിവും ലഭിക്കുന്നതിന് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ നടുവിനുണ്ടാകുന്ന കഴച്ചുപൊട്ടലിനും വേദനയ്ക്കും നല്ല രീതിയിൽ ശമനം കാണാനും സാധിക്കുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് പരിശീലിക്കാൻ പോകുന്നതാണ് മകരാസനം. ഈ ആസനം തന്നെ പല വിധത്തിലുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഇപ്പോൾ നമ്മൾ പരിശീലിക്കുന്നത്. ഇത് ചെയ്യുന്നതിനായി ഇരു കാലുകളും ചേർത്ത് വെച്ച് കമഴ്ന്നു കിടക്കുക. അതിനുശേഷം ഇരു കൈകളുടെയും മുട്ടുകൾ മുന്നോട്ട് കൊണ്ടുവന്ന് അതത് വശത്തെ തോളുകൾക്ക് താഴെയായി തറയിൽ ഊന്നിക്കൊണ്ടുവരികയും കൈപ്പത്തികൾ താടിക്കിരുവശങ്ങളിലുമായി കവിളുകളോട് ചേർത്ത് പതിച്ചു വെക്കുകയും ചെയ്യുക. ഈ അവസ്ഥയിൽ ഇരു കൈകളുടെയും കുഴകളും കൈമുട്ടുകളും തമ്മിൽ ചേർന്നുമായിരിക്കണം വരേണ്ടത്. ഇനി ഈ നിലയിൽ ഇരുന്നു കൊണ്ട് സാവധാനം ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാവുന്നതാണ്. അല്പസമയം ഈ രീതിയിൽ തുടർന്ന ശേഷം ഇരു കൈകളുടെയും മുട്ടുകൾ കുറച്ച് മുന്നിലേക്ക് കയറ്റി വെച്ച് ഇതേ രീതിയിൽ തന്നെ തുടരുക. അതായത് ആദ്യം കൈമുട്ടുകൾ പതിച്ചു വെച്ച ആ ഒരു സ്ഥലത്ത് നിന്ന് അല്പം മുന്നിലേക്കായി കൈമുട്ടുകൾ കയറ്റി കുത്തുകയും ഈ ഒരു നിലയിൽ ഇരുന്നുകൊണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതുമാണ്. അല്പസമയം ഈ രീതിയിലും തുടരാൻ ശ്രമിക്കുക. അതിനുശേഷം ഇപ്പോൾ കൈമുട്ടുകൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നും അല്പം കൂടി മുന്നിലേക്ക് കൈമുട്ടുകൾ കയറ്റി വെക്കുക. അതിനുശേഷം ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ്. നമ്മൾ ഓരോ തവണയും കൈമുട്ടുകൾ മുന്നോട്ട് കയറ്റി വെച്ച് ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന സമയം കവിളുകളിൽ കൊണ്ടുവച്ചിരിക്കുന്ന കൈപ്പത്തികളുടെ സ്ഥാനത്തിന് മാറ്റം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഈ ആസനം പരിശീലിക്കാൻ തുടങ്ങിയപ്പോൾ കൈപ്പത്തികൾ എവിടെയാണോ ഇരുന്നത് അതേ സ്ഥാനത്ത് തന്നെ ആയിരിക്കണം ഓരോ തവണ കൈമുട്ടുകൾ മുന്നോട്ട് കയറ്റി വെക്കുമ്പോഴും കൈപ്പത്തികൾ ഇരിക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ 2-3 തവണ കൂടി ആവർത്തിക്കാവുന്നതാണ്. ഈ ആസനം ചെയ്യുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക. കഠിനമായ കഴുത്തിന് വേദന അനുഭവിക്കുന്ന വ്യക്തികൾ ഈ ആസനം ഒരിക്കലും ചെയ്യാൻ പാടില്ല. കഴുത്തിന് വേദന ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ പോലും അവനവന് എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം മാത്രം ചെയ്താൽ മതിയാകും. ഇത് ചെയ്യുന്നത് മൂലം നടുവിനുണ്ടാകുന്ന മിന്നൽ, കഴച്ചുപൊട്ടൽ, നീർക്കെട്ട്, ഡിസ്ക് തെറ്റൽ ഇവയ്ക്കെല്ലാം നല്ല രീതിയിൽ പ്രയോജനം ലഭിക്കുന്നതിന് സഹായിക്കുന്നു. അടുത്തതായി നമുക്ക് കപാലഭാതി പ്രാണായാമം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായി സുഖമായി നട്ടെല്ല് നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ തിരഞ്ഞെടുക്കുക. ഇരു കൈകളും അതത് വശത്തെ കാൽമുട്ടുകളിൽ മലർത്തി വെക്കുകയും ചൂണ്ടുവിരലും തള്ളവിരലും പരസ്പരം ചേർത്ത് പിടിക്കുകയും ചെയ്യുക. ഇനി നട്ടെല്ല് നിവർന്നിരുന്ന ശേഷം മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശക്തിയായി ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ്. 1:2 എന്ന റേഷ്യോയിലായിരിക്കണം ശ്വാസോച്ഛ്വാസം നടത്തേണ്ടത്.
അതായത് എത്രത്തോളം സമയം എടുത്താണോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് അതിന്റെ ഇരട്ടി സമയം എടുത്തായിരിക്കണം ശ്വാസം പുറത്തേക്ക് വിടേണ്ടത്. പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഈ അവസ്ഥയിൽ പറ്റുന്നത്ര സമയം തുടരാൻ ശ്രമിക്കുക. ബുദ്ധിമുട്ട് തോന്നുമ്പോൾ അല്പസമയത്തേക്ക് വിശ്രമിക്കുകയും വീണ്ടും ഇതേ രീതിയിൽ തന്നെ 3-4 തവണ കൂടി ആവർത്തിക്കുകയും ചെയ്യുക. ഇത്രയും ആസനങ്ങളും പ്രാണായാമവും പരിശീലിച്ചതിന് ശേഷം എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ തന്നെ ശവാസനം ചെയ്ത് മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നടുവേദനയുമായി ബന്ധപ്പെട്ട് 6ാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമായിരുന്നു ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത്. വീരാസനം, അർദ്ധമേരുദണ്ഡാസനം, നികുഞ്ചാസനം, മകരാസനം, കപാലഭാതി പ്രാണായാമം എന്നിവയാണ് ഇന്ന് നമ്മൾ പരിശീലിച്ചത്. ഓരോ ആസനങ്ങളും അവനവന് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മാത്രം ചെയ്താൽ മതിയാകും. നമ്മൾ ഓരോന്നും വിശദമായി പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, കഠിനമായ കഴുത്തിന് വേദന അനുഭവിക്കുന്ന വ്യക്തികൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ രീതിയിലുള്ള മകരാസനം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഓരോ ആസനങ്ങളും പ്രാണായാമവും ചെയ്യുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. 7ാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.